അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് കൃപാസന മാതാവിനും ദൈവകുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് സിസ്റ്റർ ലിജി, സെൻ്റ് അലോഷ്യസ് സഭാംഗമാണ്. ഞാൻ തെലങ്കാനയിലെ കമ്മം രൂപതയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 2021 ഒക്ടോബർ 27 ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്ക് കൃപാസന പത്രം കിട്ടുകയും അതിലൂടെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് എനിക്ക് കൃപാസന പത്രം കിട്ടിയത്. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യ നിയോഗം UGC നെറ്റ് പാസ്സാക്കാൻ വേണ്ടിയായിരുന്നു. ഞാനപ്പോൾ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചത്, അമ്മേ, ഇതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അമ്മേ, ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ എ ഗ്രേസ്. ഞാൻ അമ്മയുടെ ഗ്രേസിൽ വിശ്വസിച്ച് ഞാനിത് എഴുതാൻ പോവുകയാണ്. എന്നുവെച്ചാൽ എനിക്ക് കൂടുതൽ പഠിക്കുവാനുള്ള സമയം, ഞാൻ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു, അപ്പോൾ കൂടുതൽ പഠിക്കാനുള്ള സമയമില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എക്സാമിന് പ്രിപ്പയറായി. വിശുദ്ധ തൈലം എൻ്റെ കൈകളിലും നെറ്റിയിലും പുരട്ടി വെഞ്ചരിച്ച ഉപ്പ് ഞാൻ എക്സാം ഹാളിൽ വിതറുകയും എക്സാം എഴുതിയതിൻ്റെ ഫലമായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ സാധിച്ചു. കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ബസ് സ്കൂൾ കുട്ടികളുമായി ഒരു കുഴിയിൽ വീഴുകയും കുറേ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് എല്ലാം വിഫലമായി. എൻ്റെ കയ്യിൽ കൃപാസന ഉപ്പുണ്ടായിരുന്നു. ഞാൻ വെഞ്ചരിച്ച ഉപ്പ് ഞങ്ങൾ ബസ്സിൻ്റെ ചില്ലിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിത്തിൻ എ സെക്കൻഡ് ബസ് സ്റ്റാർട്ടാകുകയും വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ ബസ്സിനെയും കൃപാസന മാതാവ്, സഞ്ചാരി മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. മൂന്നാമതായി, എനിക്കറിയാവുന്ന ഒരു സന്യാസ സമൂഹത്തിലെ വ്യക്തിയുടെ 3 വർഷമായി നിത്യവ്രത വാഗ്ദാനം തടസ്സമായി നിന്നിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വയ്ക്കുകയും 3 മാസത്തിനുള്ളിൽ നിത്യവ്രത വാഗ്ദാനം നൽകിയതിന് കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടെ വന്ന് ഞാൻ തെലുഗു പത്രം, തമിഴ് പത്രം, ഇംഗ്ലീഷ് പത്രം, മലയാളം പത്രങ്ങൾ വാങ്ങിക്കാറുണ്ട്. തെലുഗു പത്രങ്ങൾ ഓരോരോ വീടുകളിൽ പോയി കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ആ കൃപാസന പത്രം കൊടുത്തപ്പോൾ അവർക്ക് കുറേ സൗഖ്യം ലഭിച്ചതായി അവർ ഞങ്ങളോട് പിന്നെ പറയുകയും പിന്നെയും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അറിയുന്നവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ എനിക്ക് സാധിച്ചു. പ്രാർത്ഥന ചെല്ലുന്നതല്ല ചെയ്യുന്നതാണെന്ന് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും എൻ്റെ തന്നെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ എനിക്ക് വളരുവാനും സാധിച്ചു. ഞങ്ങളുടെ സഭയുടേതായ പ്രാർത്ഥനകളുണ്ട്. എന്നാലും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതലായി ദൈവത്തെ അറിയുവാനും വിശുദ്ധ കുർബാനയിൽ സജീവനായി ജീവിക്കുന്ന ദൈവത്തെ അനുഭവിക്കുവാനും എനിക്ക് സാധിച്ചു. ദിവ്യ ആരാധനയിൽ തിരുവോസ്തിയിൽ ഈശോയുടെ രൂപം എനിക്ക് ദർശിക്കുവാൻ സാധിച്ചു. അപ്പോൾ കൂടുതൽ ഭക്തിയോടും മാലാഹമാരുടെ ഒത്താണ് നമ്മൾ ഈശോയെ ആരാധിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. പിന്നെ ഞാൻ എപ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്ക് അത് സാധിച്ചു കിട്ടാറുണ്ട്. വിളിപ്പുറത്തുള്ള മാതാവാണ് നമ്മുടെ കൃപാസന മാതാവ്. അപ്പം ഞങ്ങൾക്ക് 10 വർഷമായി കിട്ടാതിരുന്നൊരു സ്വർണവും പണവുമായിരുന്നു. ഞങ്ങളോർത്തത് കിട്ടത്തില്ല. ഞാനപ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇത് പെട്ടെന്ന് തന്നെ അവർ നൽകുകയും പൈസയും പണവും ഞങ്ങൾക്ക് തന്നു അനുഗ്രഹിച്ചു. കൃപാസന മാതാവിന് ഒരായിരം നന്ദി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി 3rd അറ്റംപ്റ്റിൽ വരെ UGC നെറ്റ് ഫെയിലായി. ഞാൻ പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 4th അറ്റംപ്റ്റിൽ പാസ്സാകുകയും അവർക്ക് കൃപാസന മാതാവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ടീച്ചിങ് ഫീൽഡായതുകൊണ്ട് പാവപ്പെട്ട കുട്ടികളെ കൂടുതൽ കെയർ കൊടുക്കുകയും അവർക്ക് സ്പെഷ്യലായിട്ട് ട്യൂഷൻ എടുക്കുകയും പിന്നെ ഓരോ കുട്ടികളുടെ വീട്ടിൽ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വീടുകളിൽ സന്ദർശിച്ച് അവരുടെ പേരൻസുമായിട്ട് സംസാരിക്കുകയും അവരുടെ കഷ്ടതകൾ അറിഞ്ഞ് അവർക്ക് മോറൽ സപ്പോർട്ട് നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഒരു പേരൻ്റ് ഇല്ലാത്ത കുട്ടിക്ക് ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞിട്ട് ഫീസ് പേ ചെയ്യാനുള്ള സഹായം ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതുമായ കുറേ അനുഗ്രഹങ്ങൾ ദൈവമാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാം കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ കൃപാസന മാതാവ്, ഞാൻ എപ്പോൾ സഞ്ചരിച്ചാലും കൃപാസന മാതാവിൻ്റെ
സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും പ്രൊട്ടക്ഷനും ഞാൻ എപ്പോഴും അനുഭവിക്കാറുണ്ട്. ഞാൻ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും വേറെ ഒറ്റയ്ക്കായിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ട്രെയിനിൽ ഒരു പ്രാവശ്യം എൻ്റെ ഓൺലൈൻ ടിക്കറ്റ് ആയിരുന്നു, അത് ക്യാൻസലായിപ്പോയി. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചതിന് ഫലമായി പെട്ടെന്ന് തന്നെ TTR എനിക്ക് AC കമ്പാർട്ട്മെൻറ്റിലൊരു സീറ്റ് സജ്ജമാക്കി തരികയും ചെയ്തു. പിന്നെ എപ്പോൾ ഞാൻ ഏത് ചെറിയ നന്മകൾ ചെയ്യുമ്പോഴും ഈശോയെ അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യാറ്. ചെറിയ കാര്യങ്ങളായാലും ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ അനുഗ്രഹമായി എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങളും കൃപാസന മാധവൻ്റെ കരം പിടിച്ച് ഈശോയുടെ നാമം മഹത്വപ്പെടുത്തി നിത്യജീവിതത്തിൽ എത്തുകയാണ് എന്നതാണ് എൻ്റെ ആഗ്രഹം. ദൈവനാമത്തിന് മഹത്വം. ആമേൻ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. കൃപാസന ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത മക്കളെന്ന് നാം തിരിച്ചറിയുകയാണ്. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് എൻ്റെ ജീവിതം ഫലപ്രദമാകണം, എൻ്റെ ജീവിതം ദൈവത്തിന് ഇഷ്ടമായ ഫലങ്ങൾ കായ്ക്കണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. സിസ്റ്റർ ലിജി OSA നമ്മളോട് പങ്കുവച്ചത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ഒരു മകളായി ഈശോയുടെയും അമ്മയുടെയും കൂടെ ഉടമ്പടി ജീവിതം നയിച്ച് സിസ്റ്ററിന് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. നമുക്കറിയാം, സന്യാസ ജീവിതം ദൈവം തിരഞ്ഞെടുത്ത ഒരു വിളിയാണ് ദൈവവിളി. ദൈവം നൽകിയ ഒരു ദാനമാണ്, ഒരു ഗിഫ്റ്റാണ്. വൊക്കേഷൻ ഈസ് എ ബ്ലെസ്സിങ്. ഇന്ന് ഉടമ്പടിയിൽ ഈശോ നമ്മെ വിളിക്കുന്നത് നാം തിരഞ്ഞെടുത്ത ജീവിതത്തിലൂടെ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോയോട് കൂടുതൽ അടുക്കുവാനും നമ്മുടെ ആ ബന്ധം റിന്യൂ ചെയ്യാനാണ്, ഒരു വിശുദ്ധിയിലേക്കുള്ള, ഒരു നവീകരണത്തിലേക്കുള്ള, ഒരു നവജീവനിലേക്കുള്ള ഒരു വിളിയാണ് കൃപാസനം ഉടമ്പടി. നമുക്കറിയാം, നാം തിരഞ്ഞെടുത്ത ജനമാണ്. പക്ഷെങ്കിൽ ഇന്ന് ഉടമ്പടിയിലൂടെ നാം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ വിശ്വസ്തയോടെയാണ് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. നമ്മെ വിളിക്കുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോയോട് കൂടുതൽ അടുക്കുവാനും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയോട് ചേർന്ന് നിൽക്കുവാനുമാണ് ഉടമ്പടി നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ഉടമ്പടിയിലൂടെ, കൃപാസനം അമ്മയിലൂടെ, കൃപാസനം ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പും ഒരു സമർപ്പണവുമാണ്. ഫലം കായ്ക്കുന്ന അലിമിതയിലേക്കുള്ള ഒരു വിളിയാണ്, ഒരു ജീവിതത്തിലേക്കാണ് ഉടമ്പടി നമ്മെ നയിക്കുന്നത്. പ്രാർത്ഥനയിൽ സ്ഥിരതയും പാപത്തിൽ നിന്നും മോചനവും കുടുംബത്തിലും സന്യാസ ജീവിതത്തിലും സമാധാനവും സന്തോഷവുമാണ് ഉടമ്പടി നമുക്ക് നൽകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതം ഭയങ്കര ബിസിയാണ്, വളരെ ഫാസ്റ്റ് മൂവിങ് ടെക്നോളജിക്കൽ ഡെവലപ്ഡ് ഡേയ്സാണ്. പക്ഷെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും കൂടുതൽ വിശുദ്ധിയിലും ജീവിക്കുവാനുമുള്ള ഒരു വിളിയാണ് ഉടമ്പടി. സിസ്റ്റർ ലിജിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. UGC നെറ്റിൽ ഫസ്റ്റ് എക്സാമിന് പോയപ്പോൾ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചിരുന്നു, അമ്മയെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചു. സഫീഷ്യൻ്റ് സമയം കിട്ടിയില്ല പഠിക്കുവാനും പ്രിപ്പയർ ചെയ്യുവാനും. പക്ഷെങ്കിൽ അമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. കൂടെ പോയപ്പോൾ വെഞ്ചരിച്ച ഉപ്പും തൈലം തേച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചാണ് സിസ്റ്റർ പരീക്ഷയ്ക്ക് പോയത്. UGC നെറ്റ് എക്സാമിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ സാധിച്ചുവെന്നും അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് സിസ്റ്റർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് എൻ്റെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് എക്സാം പാസ്സായി പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് സിസ്റ്റർ ലിജി നമ്മുടെ സന്നിധിയിൽ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്കൂളിൽ ഓരോ പ്രശ്നത്തിലും പ്രതിസന്ധികളിലും സിസ്റ്റർ എപ്പോഴും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുകയാണ്. ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും കയ്യിലുണ്ട്. സ്കൂളിലെ ബസ് അപകടത്തിൽപ്പെട്ടപ്പോഴും കുഴിയിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനായിട്ട് വളരെ ശ്രമിച്ചു. രക്ഷാകര പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി നടന്നു. പക്ഷെങ്കിൽ ദ മൊമെൻറ്റ് ഷീ പുട്ട് ദ സോൾട്ട്, ഇത് വെഞ്ചരിച്ച് സോൾട്ട് ഇട്ട് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെയാണ് പെട്ടെന്ന് വണ്ടി അവിടെ നിന്ന് മാറ്റുവാൻ സാധിച്ചത്. അവിടെയും സഞ്ചാരി മാതാവിൻ്റെ ഒരു വലിയ കൃപയാണ് സിസ്റ്ററിന് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് സന്യാസ സഭയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 വർഷത്തോളം നിത്യവ്രതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, അതും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ
ഉടമ്പടി ജീവിതം സിസ്റ്ററിൻ്റെ ആ ആത്മീയതയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേട്ടു. 3 വർഷം കാത്തിരിക്കുകയായിരുന്ന ആ വ്യക്തി 3 മാസത്തിനുള്ളിൽ നിത്യവ്രതത്തിന് വേണ്ടിയിട്ട് തയ്യാറായി നിത്യവ്രതം ചെയ്യുവാനായിട്ട് സാധിച്ചു. അതും സമയചുരുക്കത്തിൻ്റെ അമ്മയുടെ ഒരു ഇടപെടലാണ്. അമ്മയോട് പ്രാർത്ഥിക്കുന്ന എന്തും അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ എന്താവശ്യമായാലും സന്യാസ ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയാവുന്ന ഒരു അമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയോട് പറയുന്ന എന്ത് കാര്യവും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ സന്നിധിയിൽ പ്രത്യക്ഷയായ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. 3 വർഷമായി കാത്തിരുന്ന ഒരു വലിയ സ്വപ്നമായിരുന്നു നിത്യവ്രത വാഗ്ദാനം. അതിനുവേണ്ടി പ്രാർത്ഥിച്ച തടസ്സങ്ങളെല്ലാം മാറ്റി നിത്യവ്രത വാഗ്ദാനം ചെയ്യുവാൻ തടസ്സങ്ങൾ മാറ്റി നിത്യവ്രത വാഗ്ദാനം ചെയ്യുവാൻ സാധിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പല ഭാഷയിൽ, അതായത് മലയാളം, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷയിൽ പത്രങ്ങൾ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് ഈശോയുടെ അമ്മയുടെ സ്നേഹം കൂടുതൽ തീഷ്ണതയോടെ കൊടുക്കുവാൻ സാധിച്ചു. കാരണം സിസ്റ്റർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഒരു പത്രം കിട്ടിയത്, കൃപാസന പത്രം. അതിൽ കൂടിയാണ് കൃപാസനത്തെ പറ്റി അറിയുകയും കൃപാസനം അമ്മയുടെ അനുഗ്രഹം ലഭിക്കുവാൻ മധ്യസ്ഥയിലൂടെയുള്ള അനുഗ്രഹം ലഭിക്കാൻ സാധിച്ചത്. അതുപോലെ സിസ്റ്ററും അതുപോലെ തന്നെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും പത്രങ്ങൾ പല ഭാഷയിൽ വാങ്ങിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുവാൻ സാധിച്ചു എന്നാണ്. കാരുണ്യ പ്രവൃത്തിയായിട്ട് സ്കൂളിലെ കുട്ടികളെ സഹായിക്കുവാനും മറ്റുള്ളവരെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെയൊക്കെയോ സഹായിക്കുവാനും ആ കൂടുതൽ തീഷ്ണതയുടെ കാരുണ്യ പ്രവർത്തികൾ കൂടുതൽ അവയർനെസ്സോട് കൂടി കൂടുതൽ ആഴപ്പെട്ട രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്നാണ് സിസ്റ്റർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. കൂടുതൽ കുടുംബങ്ങളെ വിസിറ്റ് ചെയ്യാനും പണ്ടൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ തീഷ്ണതയാണ് ഉടമ്പടിയിൽ വന്നത്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമുക്കറിയാം സ്പിരിച്വൽ ലൈഫ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണ് റിലീജിയസ് ലൈഫിൽ. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ കൂടുതൽ തീഷ്ണതയാണ്, കൂടുതലൊരു ഉണർവാണ്, ജീവിതത്തിലൊരു മാറ്റമാണ്, ഒരു കൂടുതൽ സമാധാനവും സന്തോഷവും മറ്റൊരിക്കലും കിട്ടാത്ത ഒരു സമാധാനമാണ്, ഒരു ദൈവത്തോടുള്ള കൂടുതൽ അടുക്കുവാനുള്ള ദൈവസ്നേഹവും മറ്റുള്ളവർക്കുള്ള കരുണയും ഒക്കെ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിച്ചു എന്നാണ്. കൂടുതൽ ദിവ്യബലിയിൽ ആ ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. നമുക്കറിയാം ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ഉറപ്പുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഉടമ്പടിയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അന്നും ഇന്നും നമുക്ക് ഏറ്റവും ഉറപ്പുള്ളതാണ് ദൈവസാന്നിധ്യം. ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവസാന്നിധ്യമാണ്. ഏതവസ്ഥയിലായാലും ഏത് പ്രതിസന്ധിയിലായാലും നമ്മുടെ കൂടെ, ഉടമ്പടി മക്കളുടെ കൂടെ ഇന്ന് നമുക്കുള്ളത് ദൈവസാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. ലോകത്തിന് ഇന്നൊരമ്മയാണ് കൃപാസനം അമ്മ. ഏതവസ്ഥയിലും നമുക്ക് ആ അമ്മയുടെ അരികിലേക്ക് പോകാം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ആ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കൃപാസനം അമ്മ നമ്മളെ താങ്ങി നിർത്തുന്ന ഒരമ്മയാണ്. നാം തിരഞ്ഞെടുത്തതല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഉടമ്പടിയിലൂടെ നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത ഒരു ശ്രേഷ്ഠ ജനമാണ്. ആ ദൈവത്തിൻ്റെ ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി നമ്മളെ നിർത്തിയതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി സ്നേഹത്തിലും ക്ഷമയിലും വിശ്വാസത്തിലും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സിസ്റ്റർ ലിജിക്കും കോൺഗ്രിഗേഷനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഈ സന്നിധിയിൽ ഉയർത്തിയതിന് ഞാൻ കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ ആൻഡ്രു. ഞാൻ തോപ്പുംപടി സെൻറ്റ് മൈക്കിൾസ് ഇടവക അംഗമാണ്. എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 17/10/2022 അതെനിക്ക് ശരീരം മൊത്തം ജോയിൻറ്റ് പെയിനും വേദനയുമായി ഒട്ടും തന്നെ അനങ്ങാനും വയ്യാതെയും സ്ഥിരം മരുന്ന് കഴിച്ചും ഹോമിയോ, ആയുർവേദം, ഇംഗ്ലീഷ് ഇങ്ങനെ മാറി മാറി ഓരോ ദിവസം കഴിക്കും. ഹോമിയോ മരുന്ന് എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. അത് ഒരു കുറവുണ്ടാവില്ല. അത് ഇന്ന് തീർന്ന അന്ന് തന്നെ പിറ്റേ ദിവസം രാവിലെ പോയി പിന്നെയും മരുന്ന് വാങ്ങിക്കും. ഇങ്ങനെ വർഷങ്ങളായി 36 വർഷത്തോളം ഞാൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണേണ്. 36 വർഷം ജോയിൻറ്റ് പെയിനായിട്ട് 36 വർഷമായി ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അയൽക്കൂട്ടത്തിൽ പെണ്ണുങ്ങളെല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സമയത്ത് ഈ വിഷമവും പ്രയാസമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞാൽ താൻ പോയി ഉടമ്പടി എടുക്കണോ, അപ്പോൾ തനിക്ക് അതിൻ്റെ മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുക്കണത്. ശരിക്കും അതെന്താണെന്ന് പോലും അറിയാതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് കുമ്പസാരിക്കണമെന്നുള്ളത് അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. കേട്ട പാടെ കേൾക്കാത്ത പാടെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ വെളുപ്പിനെ വണ്ടിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ എനിക്ക് എന്തോ ഒരു അനുഭവം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കയറുമ്പോഴും ആ ഒരു അമ്മയുടെ ഒരു പ്രസൻസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, സ്മെല്ലും കിട്ടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാനെന്ന ഉടമ്പടിയിൽ എൻ്റെ അസുഖം വെച്ചിട്ടുമില്ല. ഞാൻ വെച്ചിരിക്കുന്നത് വേറെ കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. വഴിയില്ല, എനിക്ക് വെള്ളമില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എൻ്റെ അസുഖം എനിക്ക് ഉണ്ടെങ്കിലും ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എൻ്റെ അസുഖമാണ് മാതാവ് ആദ്യമായിട്ട് എനിക്ക് മാറ്റിത്തരുന്നത്. ഞാനപ്പോൾ അന്ന് തുടങ്ങി ഇവിടുത്തെ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. രാവിലെ തന്നെ ഉറക്കമുണർന്ന് എണീക്കുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന, അന്നേരം അച്ഛൻ്റെ പ്രാർത്ഥനയല്ല, നമ്മുടെ ബുക്കിലുള്ള പ്രാർത്ഥനയാണ് ആ ടൈമിൽ 22-ൽ. അപ്പോൾ ഞാൻ അത് പ്രാർത്ഥിച്ച ശേഷം 5:30 പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളുപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഞാൻ കഴിക്കുമായിരുന്നു ഡെയിലി. അതിനുശേഷം ആ എണ്ണയും ശരീരം മൊത്തം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്ലസ് ചെയ്ത് പെരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായി ആദ്യത്തെ ഉടമ്പടി തീരുന്നതിന് മുൻപായിട്ട് തന്നെ എൻ്റെ വേദനകളെല്ലാം മാറി. ഞാനിവിടെ പിന്നെ വരുമ്പോൾ എനിക്ക് ജോയിൻറ്റ് പെയിനേ ഇല്ല, മരുന്നില്ല, എൻ്റെ ബാഗിലും മരുന്നില്ലാണ്ടായി. അങ്ങനെയാണ് ഞാനിവിടെ വന്ന പിന്നത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ 80 വർഷം അപ്പച്ചൻ്റെയൊക്കെ ഹസ്ബൻഡിൻ്റെ അപ്പൻ്റെയൊക്കെ കാലം മുതൽ നടന്നിരുന്ന ഒരു വഴിയാണ് ഞങ്ങൾക്ക്. ആ വഴി ഞങ്ങൾ ഗവൺമെൻറ് വഴി ഇപ്പോൾ എല്ലാവർക്കും വാട്ടർ വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരു വീടിൻ്റെ ഉമ്മറത്തൂടി കയറി വേണം റോഡിലേക്ക് പോകാൻ. അപ്പം അവരുടെ വാതിക്കൽ കൂടി എപ്പോഴും പോകുന്നത് കാരണം അവരോട് ചോദിക്കണമല്ലോ പൈപ്പ് കണക്ഷൻ എടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ചോദിച്ച് പൈപ്പ് കണക്ഷൻ എടുക്കട്ടെ എന്നൊന്ന് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇതേ കൂടി വഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയണത് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ബന്ധത്തിൽപ്പെട്ടവരുമാണ്, എല്ലാം കൊണ്ടും സഹായികളുമാണ്, ഭയങ്കര ഒരു കൂടിപ്പറപ്പങ്ങളായിട്ട് ജീവിക്കണേണ് ആ കോമ്പൗണ്ടിൽ. എന്നാൽ അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതുവഴി വഴിയില്ലെന്ന് കേട്ടോടുകൂടെ സകല പിടിയും വിട്ട് എല്ലാവർക്കും പ്രയാസമായി. ഞങ്ങളുടെ കൂടെ തന്നെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ ഒരു കോമ്പൗണ്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് 2 കൂട്ടക്കാർക്കും ഈ ഒരു വീട് കയറി വേണം, വഴി മുറ്റത്തൂടി കയറി വേണം റോഡിലേക്ക് കയറാൻ. അപ്പോൾ അവർ സമ്മതിക്കാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് 2 കൂട്ടക്കാർക്കും വെള്ളം കിട്ടാത്ത അവസ്ഥയും, വെള്ളവുമില്ല വഴിയുമില്ലെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവരുടേതായ ചേട്ടന്മാരുടെ അടുത്തും അവരുടെ അളിയന്മാരുടെ അടുത്തും സ്വന്തക്കാരുടെ അടുത്തൊക്കെ ഞങ്ങൾ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ വഴിയൊന്ന് വാങ്ങിച്ചു തരണം, ഇങ്ങനെ പൈപ്പ് കണക്ഷൻ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ടല്ലോ ഫ്രീ ആയിട്ട്. അപ്പം ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർ മൂത്താങ്ങളെ പറഞ്ഞ് ഞാൻ ഇടപെട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം. ദുഃഖാഴ്ചയായിരുന്നു, ഒരു ദുഃഖാഴ്ചയാണ് ഞങ്ങൾ അവിടെ ചെന്ന് പറയണം, നോൻപ് പിടിക്കാൻ പോകണം മാർച്ചിൽ. പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അത് നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് അത് റെഡിയാക്കി തരാൻ, ഞാനൊരു മനോഗുണ പ്രവൃത്തിയാണല്ലോ ഈ സമയത്ത് ചെയ്യാൻ പോണേന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഞങ്ങളോട് ഇങ്ങനെ തമാശയും പറഞ്ഞ് വിട്ട്. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ചേട്ടനെ വിളിച്ചിട്ടും പറഞ്ഞു അളിയ അത് ശരിയാവില്ല കേട്ടോ, അവരത് ചെയ്തത് തരികയില്ലെന്നാണ് പറയണം, വഴി നിങ്ങൾക്ക് തരികയില്ലെന്നാണ് പറയണം, നിങ്ങൾ ഇനി നിയമത്തിൻ്റെ വഴി കൂടി പോയിക്കോന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 കൂട്ടക്കാരും കൂടി പൈസ ഇട്ട് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അവർക്കപ്പോൾ ഒരു പ്രത്യേക വൈരാഗ്യമായി. ഇത് കേസ് കൊടുത്തെന്നുള്ളൊരു വൈരാഗ്യമായി. ഞങ്ങൾ വേറെ ഒന്നും വെച്ചല്ല, ഞങ്ങൾക്ക് വഴി വേണമല്ല, ജീവിതകാലം മുഴുക്ക വഴിയും വേണം വെള്ളവും വേണം, ഇത് രണ്ടും തരൂലെന്ന് പറഞ്ഞപ്പോൾ വേറെ വഴി മാർഗ്ഗമില്ലാതെ വന്നതിൻ്റെ പേരിലാണ് കേസ് കൊടുത്തത്. അങ്ങനെ വന്നപ്പോൾ അതൊരു വൈരാഗ്യമായി. പിന്നെ അവർ കൊണ്ടുവന്നിടാത്ത അഴുക്കൊന്നുമില്ല മുറ്റത്ത്, ഞങ്ങളുടെ വീടിൻ്റെ ഒരു മതിലിൻ്റെ അപ്പുറത്താണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നിറയെ അഴുക്കും പിന്നെ ചെമിത്തല ചീഞ്ഞതും അങ്ങനെയുള്ള വേസ്റ്റായിട്ടുള്ള എല്ലാം കൊണ്ടുവന്ന് അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ആ കാര്യം.
ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 7ാമത്തെ പുതുക്ക് വരെ എനിക്ക് കാര്യമൊന്നും നടന്നില്ലായിരുന്നു. 7ാമത്തെ പുതുക്കം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ നോക്കുമ്പോഴുണ്ട് അവിടുത്തെ ഇളയ മരുമകൾ വന്നിട്ടും തെങ്ങ് വെട്ടണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ്ടി നിങ്ങൾ തെങ്ങ് വെട്ടണം, എന്താണ്ടി കാലത്തേന്ന് ചോദിച്ചപ്പോൾ, ആൻറ്റി ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പോണേണ്, ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ വീട് പുതുക്കി വെക്കാൻ പോകണം, നിങ്ങൾക്ക് വഴിയും തരാൻ പോകണമെന്ന് പറഞ്ഞു. ഞാനിത് കേട്ട മാത്രമേ എന്നെ ഓടിച്ചു വന്നിട്ട് എൻ്റെ അമ്മേനെ ഞാൻ കെട്ടിപ്പിടിച്ച, അമ്മ എനിക്ക് ഇത്രയും നന്ദി, അമ്മ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഞാൻ കോടാനുകൂടി നന്ദി. അപ്പോൾ അതിക്ക് മുമ്പ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് സന്ധ്യക്കും വെളുപ്പിനും 5:30 മണി വെളുപ്പിനത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ആ പച്ചത്തിരിയും നീലത്തിരി കൊണ്ടുപോയി ഞാൻ ആ വഴിയിൽ വെച്ചിട്ട് ഞാൻ അങ്ങാടി ഇങ്ങോട്ട് നടന്ന് വിശ്വാസ പ്രമാണം ചെല്ലുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതാരും തന്നെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, എനിക്കും എൻ്റെ മാതാവിനും മാത്രം അറിയൂ. അങ്ങനെ ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു ഫലവും കൂടിയാണ് അമ്മ മാതാവിനെ സഹായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവർ വന്നിട്ട്, പഴയ ഒരു തറവാടായിരുന്നു, അത് പൊളിച്ച് അതിനരികിൽ കൂടി ഞങ്ങൾക്ക് വഴിയും തന്ന് ഇപ്പം ഞങ്ങൾ വെള്ളവും എടുത്ത് അവിടെ എല്ലാവരും തിരിച്ച് വേണം വെള്ളം എടുക്കാനായിട്ട് മോട്ടർ അടിച്ച് വേണം. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചാൽ കിട്ടുന്ന രീതിയിൽ ഇപ്പം ഞങ്ങൾ 2 വീട്ടക്കാർക്കും പൈപ്പ് കണക്ഷനും എടുക്കാൻ സാധിച്ചു. അമ്മ മാതാവ് ഈശോയും എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. 2ാമത് എനിക്ക് എൻ്റെ വലത്ത് ബ്രസ്റ്റിലൊരു തടിപ്പുണ്ടായിരുന്നു. അത് എനിക്ക് പേടിയായിട്ട് ഡോക്ടറെ കാണിക്കാതെ വെച്ചുകൊണ്ട് നടന്ന് ഒരുവിധം വളർന്നു. അപ്പോഴത്തേക്കും വീടിൻ്റെ വാതിക്കലോട്ട് അവിടുത്തെ ഒരു പെങ്കൊച്ച് തിരക്കി വരികയാണ് ആശാ വർക്കർ. ചേച്ചി, ഞാൻ അവിടെ പേരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചേച്ചി ഇവിടെ ആർക്കെങ്കിലും വല്ല ബ്രസ്റ്റിലുള്ള തടിപ്പോ മുഴ എന്തെങ്കിലും ആയിട്ട് ആരെങ്കിലും ഈ പരിസരത്തുള്ള ചേച്ചിക്ക് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചു പോയി. ഞാൻ പറഞ്ഞു, കൊച്ച് എനിക്കുണ്ട് ഇത്, വേറെ ആരുടെയൊന്നും എനിക്കറിയില്ല, എനിക്ക് ശരിക്കും എൻ്റെ ബ്രസ്റ്റിലൊരു തടിപ്പുണ്ട്, അത് ഞാൻ പേടിയായിട്ട് വെച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. എന്തിനാ ചേച്ചി പേടിക്കണത്, അതൊന്നും എടുത്ത് കളയണ്ടേ, വെച്ചുകൊണ്ട് വലുതാക്കണേ എന്തിനാണ്, നാളെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഹാളിൽ വരണുണ്ട് ആൾക്കാർ, ഡോക്ടർ എറണാകുളം ആസ്പത്രിയിൽ നിന്ന്, ചേച്ചി ഒന്ന് അവിടം വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവർ പിന്നെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കണേ, ഞാൻ ചെല്ലൂലെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം തന്നെ ഞാനും ഹസ്ബൻഡും കൂടി അവിടെ ചെന്ന് ഡോക്ടർ അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എറണാകുളം ഹോസ്പിറ്റലിൽ. ഡോക്ടർ പരിശോധിച്ചപ്പോൾ മുഴ ഒരുവിധം മുഴുത്തതാണ്. അപ്പോൾ അവരത് കണ്ടപ്പോൾ ഇത് വെച്ചുകൊണ്ട് ചേച്ചി ഇത് നടക്കണേ എന്താണെന്ന് ചോദിച്ചാൽ അവൻ എനിക്ക് പേടിയായിട്ടാർന്ന് കാണിക്കാനെന്ന് പറഞ്ഞു. എന്തിനു പേടിക്കണം, നാളെ എറണാകുളം ആസ്പത്രിയിലായിട്ട് വാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അവിടുത്തെ മെയിൻ ഡോക്ടർ വന്ന് പരിശോധിച്ച് അവർ കലൂർ ക്യാൻസർ സെൻ്ററിലോട്ട് വിട്ടു, അവർക്ക് സംശയം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പോൾ പോകുമ്പോഴൊക്കെ ഞാൻ അമ്മ മാതാവിൻ്റെ ഉപ്പും വിശുദ്ധ തൈലം ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴിക്കുകയും ചെയ്തു. എണ്ണ പെരട്ടിക്കൊണ്ടാണ് ഞാൻ ഡെയിലി നടക്കണത്. ഇത് കണ്ടെന്ന് തുടങ്ങി ഞാൻ ഇത് പെരട്ടുന്നുമുണ്ട്, തൈലം പെരട്ടുന്നുമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപ്പ് കഴിക്കുന്നുമുണ്ട്. എന്നിട്ടാണ് ഞാനിപ്പോൾ പോയത് ടെസ്റ്റിന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ക്യാൻസറാണെന്ന് തന്നെ സ്ഥിരീകരിച്ച് സകല വിഷമതയും പ്രയാസത്തോടുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉടമ്പടി അപ്പോഴും ഞാൻ വിട്ടിട്ടില്ല, പ്രാർത്ഥനയും കറക്റ്റായിട്ട് മാസം ഞാനിവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങിച്ച് അതും വിതരണം ചെയ്യുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. മാതാവിൽ ഭയങ്കര വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കാം, മാതാവ് നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പനും മക്കളും കൂടി ആലോചിച്ച് നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം, ഇവിടെ വെച്ച് കളിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അമൃതയെ കൊണ്ടേ കാണിച്ച്, അമൃത നല്ലൊരു ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രസ്റ്റ് എടുത്ത് കളയണമെങ്കിൽ കളയാം, അല്ലെങ്കിൽ മുഴ മാത്രം. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ച് തടി ചെറുതായിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് മുഴ മാത്രം കട്ട് ചെയ്ത് എടുത്ത് മാറ്റി. ആ ഡോക്ടർ പറഞ്ഞ് കീമോയും റേഡിയേഷനും 20 എണ്ണം ചെയ്യാം, ബയോപ്സി റിസൾട്ടിൽ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ച്. അപ്പോൾ കീമോയും റേഡിയേഷനും ചെയ്യണം, അത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞും റെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം റെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങനെ കീമോ റേഡിയേഷൻ ചെയ്യണ്ടെന്ന് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തോന്നണം, അമ്മ പറയണം. അപ്പോൾ എൻ്റെ മാതാവിൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാ ഈ കീമോ റേഡിയേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ മക്കളോടും ഹസ്ബൻഡിനോടും പറഞ്ഞു എനിക്കിത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അവർ സമ്മതിക്കണില്ല, അവരെല്ലാവരും പറഞ്ഞ് ബലമായിട്ട് ഇത് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെ. ഡോക്ടറും ഒക്കെ കുറേ നിർബന്ധിച്ച്. ഞാൻ പറഞ്ഞു ഞാൻ ഈ മാതാവിൻ്റെ ഉടമ്പടിയിലല്ലേ ഈ 22 തുടങ്ങി എടുത്ത്, ഇപ്പം ഞാൻ 24-ലാണ്, കുഴപ്പമില്ല, എനിക്ക് എന്നും മാതാവ് വരുത്തൂല, എനിക്ക് ഇത്ര വലിയ സൗഖ്യങ്ങൾ തന്ന മാതാവ് എൻ്റെ കാര്യം നോക്കിക്കോളൂന്ന്. ഇന്ന് വരെ ആ വിശുദ്ധ തൈലവും തേച്ച് ഉപ്പും കഴിച്ചിരിക്കണേ. ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത വേദന അന്ന് അനുഭവിച്ചതല്ലാതെ
ഇതുവരെ ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു വേദനയോ പ്രയാസമോ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരു ദുഃഖവും വേദനയും ക്യാൻസറിൻ്റെ ഇല്ല. ഒരു ഗുളിക മാത്രം അവരന്ന് കഴിക്കാനായിട്ട് എനിക്ക് അവിടെ നിന്ന് തന്നിട്ടുള്ളൂ, ഹോർമോൺ ചേഞ്ചിൻ്റെ ഗുളിക. ആ ഗുളിക ഞാൻ ഒരു 3-4 മാസം 5-6 മാസം വരെ ഞാനത് കഴിച്ചിരുന്നു. പിന്നെ ഞാനത് ഓർക്കുമ്പോൾ കഴിക്കും, അല്ലെ കഴിക്കൂല. 3 മാസം കൂടി 9 മാസം വരെ ഞാൻ അവർ ചെക്കപ്പിന് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് അമൃത ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ചെക്കപ്പിന് പോകാതെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഡോക്ടർ എന്നെ വിളിച്ച്, ഈ ക്യാൻസർ രോഗിയായിട്ട് നിങ്ങൾ വന്ന് എന്താ ചെക്കപ്പ് കൂടി ചെയ്യാതെ ഇങ്ങനെ നടക്കണം, മരുന്നും കഴിക്കണമല്ല, എന്താ വരാത്തതെന്ന് ചോദിച്ച് എന്നെ അങ്ങോട്ട് വിളിച്ച്. അപ്പം ഞാൻ ചെന്ന് എല്ലാ ചെക്കപ്പും പെറ്റ് സ്കാനും എല്ലാം 2ാമത് ചെയ്ത്. അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപ കൊണ്ട് എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. കീമോയും റേഡിയേഷനും ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല. അതിൻ്റെതായിട്ടുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അമ്മയും ഈശോയും എനിക്ക് ചെയ്ത രോഗസൗഖ്യത്തിന് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. എൻ്റെ ഹസ്ബൻഡിന് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. പുള്ളിക്ക് വയ്യാതെ വന്ന് കുറച്ച് ദിവസമായിട്ട് എങ്ങും പോകാൻ പറ്റാതെ ഇരുന്ന സമയത്ത് ഈ ഉടമ്പടിയിൽ ഞാൻ 8ാമത്തെ ഉടമ്പടിയിൽ എനിക്കൊരു വഞ്ചി തരണേന്ന് പറഞ്ഞ് നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അമ്മ മാതാവ് തന്ന് നാളെ വഞ്ചി നനക്കുകയും കൂടിയാണ്. ഈ അവസരത്തിൽ ഞാൻ അതിനും കൂടി അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന വഴി തന്നെ ചേർത്തല സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ വിതരണം ചെയ്തിട്ടേ പോകുള്ളൂ. പിന്നെ അതിന് ഉപ്പും എണ്ണയും അവിടെ വെച്ച് തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ബസ്സിലാണെങ്കിൽ എനിക്ക് തോന്നും ഇന്നാളിന് കൊടുക്കണമെന്ന് മനസ്സിൽ അമ്മ പറയണ പോലെ എനിക്ക് തോന്നും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ, അല്ലാതെ വേറെ ആർക്കും കൊടുക്കില്ല. അതേപോലെ വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഇപ്പം പള്ളിയിൽ പോകുന്ന സമയത്ത് എനിക്കിവിടെ വരാൻ പറ്റാത്ത ചില മാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരു കെട്ട് പത്രം അവിടെ നിന്ന് കിട്ടും. 1, 2, 3 വെച്ചിട്ട് പോയിട്ടുണ്ടാവും ആൾക്കാർ. അതെടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ ബസ് കയറി തോമ്പടിക്കാൻ പോയി ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലും അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്തും കൊടുക്കും. അപ്പം അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി അടുത്തൊരു വൃദ്ധസദനമുണ്ട്. അവിടെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം പോയി അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൽ സഹായിച്ചു കൊടുക്കും. അവരെ കുളിപ്പിക്കാനുള്ള അമ്മച്ചിമാരെ കുളിപ്പിച്ചു കൊടുക്കും. വെറും കൈയോടെ ഞാൻ അവിടെ പോവില്ല. എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു മിഠായി ആയിരിക്കും, അതാണെങ്കിൽ ഞാൻ എല്ലാവർക്കും വാങ്ങിച്ച് അവരുടെ കൈ കൊടുത്ത് അവരോട് എല്ലാവരോടും സംസാരിച്ച് കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഒക്കെ പോരുള്ളൂ. എല്ലാവരോടും വിശേഷങ്ങൾ അവർക്ക് എല്ലാവർക്കും എൻ്റെ ഡീറ്റെയിൽ എല്ലാം അറിയാം, അവരുടെ ഡീറ്റെയിൽ എല്ലാം എനിക്കും അറിയാം. അങ്ങനെ എല്ലാവരോടും സഹകരിച്ച് സംസാരിച്ച് സന്തോഷമായിട്ട് വൈകുന്നേരം പോരും. എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവർക്ക് അവിടുത്തെ ഓണേഴ്സിന് കൊടുത്തിട്ടും പോരും, ഫുഡിന് എന്തിനെങ്കിലും. അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ വീടിൻ്റെ അടുത്തും വൃദ്ധരായിട്ടുള്ള രോഗികളായിട്ട് കിടക്കുന്ന രോഗികളുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ പോയി കയ്യിലുള്ളതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കും. പൈസയെങ്കിൽ പൈസ, ഭക്ഷണമെങ്കിൽ ഭക്ഷണം കൊടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒക്കെ പോരാറുണ്ട്. ആത്മീയ ജീവിതം 1/2 മണിക്കൂർ വചന വായന മുടക്കാറില്ല. അഥവാ എന്തെങ്കിലും കാരണവശാൽ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിറ്റേ ദിവസം തന്നെ കൂട്ടി വായിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം, ഇത്രയും പ്രായമായതിൽ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ശരിക്കും കുർബാന കാണാൻ തുടങ്ങിയത്. കുർബാന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കുമ്പസാരം എന്തെങ്കിലും ആവശ്യം നമ്മൾ ആണ്ട് കുർബാന കുമ്പസാരം എന്ന് പറഞ്ഞ മാതിരി കുമ്പസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. എന്തെങ്കിലും ഒരു വന്ന് അപ്പം തന്നെ ഓടി അപ്പം തന്നെ അത് നമുക്ക് മനസ്സിലാവും, അയ്യോ ഞാനീ പറഞ്ഞു പോയി തെറ്റാണല്ലോ, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചത് തെറ്റാണല്ലോ. അപ്പം തന്നെ ഓടിപ്പോയി കുമ്പസാരിക്കാനുള്ള ഒരു മനസ്സും കൂടി ഇപ്പം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എല്ലാം തന്ന ദൈവത്തിന് എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ എല്ലാ പ്രാർത്ഥനയും കൂടുകയും അതുപോലെ വിശുദ്ധമായിട്ട് തന്നെ ഇരുന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും മുട്ടുകുത്തി നിന്നുകൊണ്ട് തലയിൽ തുണിയും ഇട്ടുകൊണ്ട് നിന്ന് തീരുന്നത് വരെ മുട്ടുകുത്തി നിന്ന് അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ പ്രാർത്ഥന കൂടാനായിട്ട് മിക്കപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്, അത് ചെയ്യാറുമുണ്ട്. എല്ലാം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി സ്തുതിയും. കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. സങ്കീർത്തനം 41:3 വചനമാണ് ഷീബ എന്ന സഹോദരിയുടെ ജീവിതത്തിൽ. ഇത് സാധ്യമാകണമെങ്കിൽ ഈ മകള് നല്ലൊരു ആത്മീയതയിൽ ഒരു ആസ്തിയുണ്ട്. കാരണം ഉടമ്പടി ജീവിതം വളരെ
സത്യസന്ധമായിട്ട് ആത്മീയമായിട്ട് എല്ലാ കാര്യവും വ്യക്തമായിട്ട് നിബന്ധനകളനുസരിച്ച് ജീവിച്ച ഒരു സഹോദരിയാണ്. ആത്മീയ ജീവിതത്തിൽ പറഞ്ഞതും പ്രവർത്തിച്ചതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അന്നേരം ചെന്ന് കുമ്പസാരിക്കുമെന്നാണ്. ഇത്രയും നാളും കുർബാന കൂടി, പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എൻ്റെ കുർബാനയുടെ അർത്ഥം എന്തെന്ന് മനസ്സിലായി. ഈശോയും അമ്മയും അടുത്തറിഞ്ഞ നിമിഷങ്ങളാണ് ആ കുർബാന കൂടുന്ന നിമിഷങ്ങൾ. കാരുണ്യ പ്രവർത്തികൾ നല്ല ഭക്തിയോടെ ദൈവവിശ്വാസത്തോടെ ചെയ്തു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് കാരുണ്യ പ്രവൃത്തികളും ആത്മീയ ജീവിതവും ആ ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ച് പാലിച്ച് ജീവിച്ചതിൻ്റെ ഫലമായിട്ടാണ്, ഒരു ആത്മീയ ആസ്തിയിലൂടെയാണ് ഈ മകൾക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചത്. ഈശോയുടെയും അമ്മയുടെയും ആ സാന്നിധ്യവും നമ്മൾക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വെള്ളമില്ല, വഴിയില്ല എന്ന് പറഞ്ഞത് അവിടെയും ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ വെള്ളം ലഭിച്ചു, വഴി ലഭിച്ചു, രോഗസൗഖ്യം ലഭിച്ചു. ഇതെല്ലാം ഒരു വലിയ ഉടമ്പടിയിലൂടെ, ഉടമ്പടിയുടെ ആ ആസ്ഥയിലാണ് ഈ മകൾക്ക് ലഭിച്ച ഈ കാര്യങ്ങളെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലും സഞ്ചാരി മാതാവിൻ്റെ ഇടപെടൽ ആശാവർക്കലിലൂടെ ലഭിച്ചതും ഓരോ കാര്യത്തിലും ആ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയൊക്കെ ലഭിച്ച ആ രോഗസൗഖ്യത്തിനെല്ലാം നമ്മൾക്ക് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ദുർബലതകളിൽ താങ്ങുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, രോഗത്തിലും വിഷമത്തിലും സുഖപ്പെടുത്തുന്ന ദൈവം, ആ ദൈവകൃപയിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൃപാസന അമ്മയുടെ കരം പിടിച്ച് കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഷീബ ആൻഡ്രൂനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.